ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ വടി ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് സാറിന് അടിക്കാൻ പറയും. അപ്പോൾ ആ ഷോക്കിൽ ഞങ്ങൾ അതിനുശേഷം ഹോംവർക്ക് ചെയ്യാതെ പോയിട്ടില്ല. ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹി വാസ് ഈവൻ റെഡി ടു സാക്രിഫൈസ് ദാറ്റ്. സാറിന് ഒരു സർജറി വന്നപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പോകുന്നതിന് മുന്നേ ഹി വാസ് സ്മൈലിംഗ് ആൻഡ് ലാഫിങ്. അപ്പോൾ വലിയ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? ഇല്ല, ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ടുപേരും എൻ്റെ സ്റ്റുഡൻസ് ആണ്, ഞാൻ ജീവനോട് വരും എന്നുള്ളത് അവര് ഷുവറാക്കും. ഐ എം നോട്ട് ടെൻസ് അറ്റ് ഓൾ. ആ കോൺഫിഡൻസ് ആണ് ആ ഗുരുവും ഞങ്ങളും തമ്മിലുള്ളത്. അപ്പൊ ഇന്നലെ ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോഴും അത് സാർ ഫോൺ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഒരു ക്ലാസ് എടുക്കാൻ പോകണം, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചോദിക്കില്ല, സാർ പറയുകയാണെങ്കിൽ ശരിയായിരിക്കും, ആൻഡ് ഐ ഗോ ദേർ. അപ്പൊ അങ്ങനെയുള്ള ആ ബോണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു ബോണ്ടാണ് ഇപ്പൊ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുണ്ടെങ്കിൽ നല്ലതാണ്. ക്രിസ്യേട്ടൻ പറഞ്ഞ പോയിന്റിനെ കുറിച്ച് നമുക്ക് മാഡത്തിന്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതിന് തൊട്ട് മുമ്പേ ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കട്ടെ. ഇവരെല്ലാവരും പറയുന്നുണ്ട്, 2 ടീച്ചേഴ്സും പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യമാണ്, പാൻഡമിക്കിന് ശേഷമാണ്, ആ ഒരു മാരക രോഗം വന്നതിന് ശേഷമാണ് കുട്ടികളിലുള്ള ഇങ്ങനത്തെ ഓരോ ചേഞ്ചസ് കാണുന്നത് എന്നുള്ളത്. അത് ആ രോഗത്തിൻ്റെതല്ല, അതിനുശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുപാട് വന്നു, അതിലൂടെയാണ് സ്റ്റഡീസും എഡ്യൂക്കേഷൻ എല്ലാം പോയത്. അതിൽ വന്ന മാറ്റങ്ങളാണ് ഇവർ പോയിന്റ് ഔട്ട് ചെയ്തത്. എന്നാലും ഇത്തരത്തിലും ഇവിടെ എന്താ പറയാ, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് ചില കുട്ടികൾക്ക് പേടി അനുഭവപ്പെടാറുണ്ട്, ചില കുട്ടികൾ വല്ലാണ്ട് ഫിയർ ഉണ്ട്, ചില കുട്ടികൾക്ക് സബ്ജക്റ്റിനോടുള്ളൊരു ഫിയർ. ടീച്ചേഴ്സിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടും, ടീച്ചേഴ്സിനോട് ഇഷ്ടമല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ വെറുക്കും. ഇതൊക്കെ ഇന്നും കുട്ടികളിൽ ഉള്ള ഒരു ഇതൊക്കെയാണ്.